തിരുവനന്തപുരം മുതലപ്പുഴി ബോട്ടപകടത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. ശക്തമായ മഴയെ തുടർന്നാണ് തെരച്ചിൽ നിർത്തിവെച്ചത്. നാളെ രാവിലെ മുതൽ വീണ്ടും തെരച്ചിൽ ആരംഭിക്കും. അപകടം നടന്ന് 14 മണിക്കൂർ പിന്നിട്ടിട്ടും രക്ഷാപ്രവർത്തനം ആരംഭിക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും നേവി ഹെലികോപ്റ്ററും സംയുക്തമായി തെരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. അഴിമുഖത്ത് ശക്തമായ തിരയും മഴയും വന്നതോടെ തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയായിരുന്നു. വിഴിഞ്ഞത്ത് നിന്നെത്തിയ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും നേവിയുടെ ഹെലികോപ്റ്ററും സംയുക്തമായാണ് തിരച്ചിൽ നടത്തിയത്. ഒപ്പം കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ നിരീക്ഷണവും നടത്തിയിരുന്നു. ഉച്ച മുതൽ വൈകിട്ട് 6 മണിവരെ തിരച്ചിൽ നടത്തിയ ശേഷം കാലാവസ്ഥ തിരിച്ചടിയായതോടെ നിരീക്ഷണം അവസാനിപ്പിക്കുകയായിരുന്നു. നാളെ രാവിലെ മുതൽ വീണ്ടും തിരച്ചിൽ ആരംഭിക്കും. കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ രാവിലെ 5 മണി മുതൽ നിരീക്ഷണം വീണ്ടും ആരംഭിക്കുമെന്ന് അറിയിച്ചു. ഇന്നലെയാണ് അഴിമുഖത്തേക്ക് പോകുന്ന സമയത്ത് ശക്തമായ തിരയിൽപ്പെട്ട് അഞ്ചുതെങ്ങ് സ്വദേശിയായ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളം മറിയുന്നത്. അഞ്ചുതെങ്ങ് സ്വദേശികളായ ശ്രീജിത്ത്, ശ്രീമോൻ എന്നിവരെ കാണാതാകുകയും ബാക്കിയുള്ളവർ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. അപകടം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും രക്ഷാപ്രവർത്തനം ആരംഭിക്കാതെ വന്നതോടെ മത്സ്യത്തൊഴിലാളികൾ അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനും റോഡും ഉപരോധിച്ച് പ്രതിഷേധം ശക്തമായതോടെ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.